ഞാൻ സ്ക്രീനിൽ ഒരു വാക്ക് കാണിക്കാം, നിങ്ങൾ അതിലേക്ക് നോക്കണം, പക്ഷെ വായിക്കരുത്. പറ്റുമോ എന്നൊന്ന് നോക്കൂ. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് മുന്നോട്ട് സംസാരിക്കാം. ആദ്യം തന്നെ ഏതൊരു വാക്കും നമ്മൾ വായിക്കുമ്പോൾ മില്ലി സെക്കൻഡ്സ് കൊണ്ട് നമ്മുടെ ബ്രെയിനിൽ നടന്നത് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും വെറും അറിവ് മാത്രമല്ല വായനയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്ന്. പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ ഫിസിക്കലി തന്നെ മാറ്റാൻ വായനയ്ക്ക് സാധിക്കും എന്നാണ്. യെസ്, ഫിസിക്കലി നമ്മുടെ ബ്രെയിനിനെ മാറ്റാൻ വായനയ്ക്ക് സാധിക്കും എന്നാണ്. മാത്രമല്ല, ഏത് ഭാഷയാണ് നമ്മൾ വായിക്കുന്നത് എന്നത് നമ്മുടെ ബ്രെയിനിനെ ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ ആണ് എന്നും ഈ പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. സയന്റിഫിക് സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിൽ നമുക്ക് കാണാനും ശബ്ദം ഉണ്ടാക്കാനുമുള്ള സർക്യൂട്ടറി ഉണ്ട് എന്നാണ്. എന്നാൽ നമ്മുടെ ബ്രെയിനിന് ഇന്നേറ്റ് ആയിട്ട് വായിക്കാനുള്ള എബിലിറ്റി ഇല്ല. ഇവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കിയാൽ ഒരു റീഡിംഗ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള സമയം നമ്മുടെ ബ്രെയിനിന് കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ ഹ്യൂമൻസ് വായിക്കാൻ തുടങ്ങിയിട്ട് വെറും 5500 വർഷങ്ങളിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ. ഇത് കേൾക്കുമ്പോൾ അത്ഭുതമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫാക്ട് പറയാം. 1800കളിൽ പോലും ലോകം മുഴുവൻ 10 പേരിൽ 2 ആളുകളിൽ താഴെ മാത്രമായിരുന്നു വായിക്കാൻ പോലും അറിയാമായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും റീസെന്റ് ആയിട്ട് നമ്മൾ മനുഷ്യരുണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ വായന അല്ലെങ്കിൽ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിന് ഇവല്യൂഷണറിലി ഈ ഒരു ഏരിയയിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പൊ റൈറ്റിംഗ്, റീഡിംഗ് എന്നതൊക്കെ വളരെ കുറച്ച് 1000 വർഷങ്ങൾ മാത്രമായിട്ടുള്ളൂ നമ്മുടെ ബ്രെയിനിനെ ടിക്കിൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം, 1,00,000 വർഷം കൊണ്ട് ഇവോൾവ് ആയ നമ്മുടെ ബ്രെയിൻ വെറും 5000 വർഷം മുന്നേ തുടങ്ങിയ ഈ റീഡിംഗ് എന്ന പരിപാടി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനെ പാരഡോക്സ് ഓഫ് റീഡിംഗ് എന്ന് പറയും. അതായത് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത നമ്മുടെ ബ്രെയിനിന്റെ ചില ഏരിയാസ് നമ്മൾ ഈ റീഡിങ്ങിന് വേണ്ടി കടമെടുക്കുന്നു എന്ന് മാത്രം. fMRI ഇമേജിംഗ് എന്നൊരു ടെക്നിക്ക് വെച്ചാണ് നമ്മുടെ ബ്രെയിനിന്റെ ഏത് ഭാഗമാണ് നമ്മൾ വായിക്കുമ്പോൾ ആക്ടിവേറ്റ് ആകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ വേർഡ്, ഇത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. ആ വാക്ക് നമ്മൾ കണ്ണുകൊണ്ട് വായിച്ച ആ ഒരു ഇൻഫോ നമ്മുടെ ബ്രെയിനിന്റെ പിറകിൽ നിന്നുമാണ് അൺഫോൾഡ് ചെയ്ത് തുടങ്ങുന്നത്. അതാണ് നമ്മുടെ ബ്രെയിനിന്റെ വിഷ്വൽ ഇമേജ് പ്രോസസ്സിംഗ് ഏരിയ. അതിനുശേഷം അവിടെ നിന്നും ആക്ടിവേറ്റ് ആകുന്നത് നമ്മുടെ ടെമ്പറൽ ലോബാണ്. അവിടെ ഈ ഇമേജിൽ ലെറ്റേഴ്സ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിലുള്ള ഈ ടൈനി സ്ട്രിപ്പ് ഓഫ് കോർട്ടെക്സിനെ നമ്മൾ VWFA എന്ന് വിളിക്കും, വിഷ്വൽ വേർഡ് ഫോം ഏരിയ. നമ്മളൊരു പിക്ചർ കാണുമ്പോഴോ ഒരു ഫേസ് കാണുമ്പോഴോ ഒരു ഷേപ്പ് കാണുമ്പോഴോ ഒന്നും ഇത് ആക്ടിവേറ്റ് ആവില്ല. നമ്മൾ വേർഡുകൾ നോക്കുമ്പോൾ മാത്രമാണ് ഇത് ആക്ടിവേറ്റ് ആവുന്നത്. ഇതിനേക്കാളും കൂളറായിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, പലതരത്തിലുള്ള ഫോണ്ടിലുള്ള ലെറ്റേഴ്സ് കണ്ടാലും ഇത് ആക്ടിവേറ്റ് ആകും, ക്യാപിറ്റൽ ലെറ്റേഴ്സിലുള്ളത് കണ്ടാലും ഇത് ആക്ടിവേറ്റ് ആകും, ഹാൻഡ് റിട്ടൺ ആണെങ്കിലും ഇത് ആക്ടിവേറ്റ് ആകും. ഇനി ഒരു വേർഡ് അത് പാർഷ്യലി കവേർഡ് ആണെങ്കിൽ, ഈവൻ ഒരു ലെറ്റർ പാർഷ്യലി കവേർഡ് ആണെങ്കിൽ പോലും ഇത് ആക്ടിവേറ്റ് ആകും. നമ്മുടെ ബ്രെയിനിന്റെ അവിടെ നിന്നും എക്സ്പ്ലോസീവ് ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് 2 ഏരിയസിലേക്കാണ് പിന്നെ പോകുന്നത്. ഒരു ഏരിയ ആ വേർഡിന്റെ മീനിങ് പ്രോസസ് ചെയ്യും, മറ്റേ ഏരിയ ആ വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ പ്രോസസ് ചെയ്യും. ഒരു വാക്കിലേക്ക് നമ്മുടെ കണ്ണ് ലാൻഡ് ചെയ്യുന്ന ആ ഒരു സമയം തൊട്ട് നമ്മുടെ ബ്രെയിനിൽ ഈ കംപ്ലീറ്റ് പ്രോസസ്സ് നടക്കാൻ 150 മില്ലി സെക്കൻഡ് മാത്രം മതി. എന്ന് വെച്ചാൽ ഈ മില്യൺസ് ഓഫ് ന്യൂറോൺസിനെ ഫയർ ചെയ്യാനും നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വിഷ്വൽ ഷേപ്പുകളെ ലെറ്റേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യാനും ആ ലെറ്റേഴ്സിനെ സൗണ്ട് ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ തന്നെ കൺവേർട്ട് ചെയ്യാനും ആ സൗണ്ടിനെ ആ വേർഡിന്റെ മീനിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും ഇതിനെല്ലാം കൂടെ വെറും 150 മില്ലി സെക്കൻഡ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഹ്യൂമൻസിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഫംഗ്ഷൻസിൽ ഒന്നാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ഈ വായന എന്നത് നമ്മുടെ ബ്രെയിൻ വളരെ അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരു വാക്ക് അൺസീ ചെയ്യാൻ സാധിക്കാത്തത്. നമുക്ക് അറിയുന്ന ഭാഷയാണ് നമ്മുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് എങ്കിൽ അത് നമുക്ക് റീഡ് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കാണിച്ച ആ വാക്ക് നിങ്ങൾക്ക് വായിക്കണം എന്നില്ലായിരുന്നെങ്കിൽ പോലും നിങ്ങൾ അറിയാതെ അത് വായിച്ചത്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റീഡിംഗ് വളരെ എഫേർട്ട്ലെസ് ആണ് എന്നും. ഇനി അത് മാത്രമല്ല, നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ ഒരു വാക്ക്, ആ ഒരു വാക്ക് നിങ്ങളെ വല്ലാതെ അനോയ് ചെയ്യുന്നത്. ജൂൺ 2025 നടന്ന 3000 ആളുകൾ പങ്കെടുത്ത ഒരു സ്റ്റഡിയിൽ ഇവർക്കൊക്കെ പലതരത്തിലുള്ള റീഡിംഗ് ടാസ്കുകൾ കൊടുത്തു. ഒരു വാക്ക് വായിക്കുമ്പോൾ
ഒരു ലെറ്റർ വായിക്കുമ്പോൾ, ഒരു സെന്റൻസ് വായിക്കുമ്പോൾ, ഉറക്കെ വായിക്കുമ്പോൾ, സൈലന്റ് ആയിട്ട് വായിക്കുമ്പോൾ, ഈ സമയത്തൊക്കെ നമ്മുടെ ബ്രെയിനിന്റെ മെറ്റാ അനാലിസിസ് വഴി ഏതൊക്കെ ഭാഗമാണ് ആക്റ്റീവ് ആകുന്നത് എന്നൊരു ബ്രെയിൻ മാപ്പ് അവരുണ്ടാക്കി. ഈ പഠനത്തിൽ പറയുന്നുണ്ട് ചില ആളുകൾ വളരെ എഫേർട്ട്ലെസ് ആയിട്ടായിരിക്കും വായിക്കുന്നത്. വായിക്കാൻ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുമായിട്ട് അവർക്ക് ബ്രെയിൻ സ്ട്രക്ചറിൽ തന്നെ വ്യത്യാസമുണ്ട് എന്ന്. പെട്ടെന്ന് വാക്കുകൾ റെക്കഗ്നൈസ് ചെയ്യാനും പ്രൊനൗൺസ് ചെയ്യാനും സാധിക്കുന്ന ആളുകൾക്ക് ലെഫ്റ്റ് ആന്റീരിയൽ ടെമ്പറൽ ലോബ് ലാർജർ ആണ് എന്നും നമുക്ക് കാണാൻ സാധിക്കും. സയന്റിസ്റ്റുകൾക്ക് ഇന്നറിയാം റീഡിംഗ് എന്നത് ഒരു ഹോൾ ബ്രെയിൻ പ്രോസസ് ആണ് എന്ന്. അത് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ കോർട്ടെക്സിന്റെ 4 ലോബുകളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന്. മാത്രമല്ല, ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ബ്രെയിനിനെ ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ഭാഷയാണ് നമ്മൾ വായിക്കുന്നത് എന്നും ആണ് എന്ന് ഇന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഭാഷയുണ്ട്. ലോഗോഗ്രാഫിക് ലാംഗ്വേജസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ചൈനീസ്. അവിടെ ഒരു ഐഡിയയോ അതല്ലെങ്കിൽ ഒരു വേർഡിനെയോ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഷേപ്പാണ്. എന്നാൽ നമ്മുടെ മലയാളമോ ഇംഗ്ലീഷോ എന്നത് ഒരു ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. അവിടെ ഓരോ കാര്യങ്ങളും ഒരു കൂട്ടം ലെറ്റേഴ്സ് ചേർത്താണ് ഉണ്ടാക്കുന്നത്. ലോഗോഗ്രാഫിക് ലാംഗ്വേജ് ആണ് എങ്കിൽ നമ്മുടെ വിഷ്വൽ മെമ്മറി ആയിരിക്കും കൂടുതൽ പണിയെടുക്കുന്നത്. ഈ തിയറി കൊറാബറേറ്റ് ചെയ്യാനായിട്ട് ഈ 2 ഭാഷ അറിയാവുന്ന ആളിൽ ഒരു പഠനം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു മാസീവ് ആയിട്ടുള്ള സ്ട്രോക്ക് വന്നു. ചൈനീസ് വായിക്കാനുള്ള എബിലിറ്റി നഷ്ടപ്പെട്ടു എങ്കിലും ഇംഗ്ലീഷ് വായിക്കാനുള്ള കഴിവിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഇനി ഒരു പഠനം പറയുന്നത് ഒരാൾ ദിവസവും വൈകുന്നേരം 30 പേജ് വായിച്ചാൽ അടുത്ത ദിവസം രാവിലെ തന്നെ ലെഫ്റ്റ് ടെമ്പറൽ ലോബിൽ ആക്ടിവിറ്റി കൂടുതലായിരിക്കും എന്നാണ്. ഈ ഏരിയയിലാണ് നമ്മുടെ ചില മെമ്മറികൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ റീഡ് ചെയ്യുന്നവർക്ക് ഡിമെൻഷ്യ ചാൻസസ് റിലേറ്റീവ്ലി കുറവാണ് എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, അവരുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. വായന ആളുകളെ സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, നല്ല വായനയുള്ള ആളുകൾ എല്ലാം വളരെ കാമായിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നൊക്കെ. അത് അവരുടെ അറിവ് കൊണ്ട് മാത്രമല്ല, അവരുടെ ബ്രെയിൻ തന്നെ അങ്ങനെ ഇമോഷണലി റെഗുലേറ്റഡ് ആയതുകൊണ്ടാണ്. പിന്നെ ഉള്ളൊരു കഴിവാണ് വെർബൽ റീകോൾ, അഥവാ സംസാരിക്കുമ്പോൾ നമുക്ക് വേണ്ട വാക്കുകൾ പെട്ടെന്ന് ഓർത്തെടുക്കാനുള്ള കഴിവ് ഈ ഏരിയ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഷ, അത് ഇംഗ്ലീഷ് ആയാലും മറ്റേതെങ്കിലും ഭാഷയാണെങ്കിലും, നന്നായിട്ട് സംസാരിക്കാനും കൃത്യമായിട്ടുള്ള വാക്കുകൾ വേണ്ട സമയത്ത് കിട്ടാനുമുള്ള കഴിവ് വായനയിൽ കൂടി ബെറ്റർ ആകും. ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വായിക്കുമ്പോൾ കൂടുതൽ വാക്കുകൾ നമ്മൾ പഠിക്കുകയും നമ്മുടെ വൊക്കാബുലറി ബെറ്റർ ആകും എന്നല്ല ഞാൻ പറഞ്ഞത്. വായനയിൽ കൂടെ ആ വാക്കുകൾ അത് നമുക്ക് വെർബൽ റീകോൾ, അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കൃത്യമായ വാക്കുകൾ റീകോൾ ചെയ്യാനുള്ള എബിലിറ്റി തന്നെ ബെറ്റർ ആകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി ഇന്റർനെറ്റ് സ്ലോ ആയാൽ പോലും ദേഷ്യം വരുന്ന നമുക്ക് നമ്മുടെയൊക്കെ ആ ഒരു ഇറസിസ്റ്റൻസിനെ മാറ്റാനും ഈ റീഡിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെയൊക്കെ അറ്റൻഷൻ സ്പാനിനെ ബെറ്റർ ആക്കാനും നമ്മുടെ ഫോക്കസും കോൺസെൻട്രേഷനും വേറെ ലെവലിൽ കൊണ്ടുവരാനും റീഡിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ന് ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട്. ഞാനൊരു വലിയ വായനക്കാരനൊന്നുമല്ല. സ്റ്റിൽ കുറച്ചെങ്കിലും എന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ബുക്ക് വായിക്കാൻ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാം. മേ ബി നിങ്ങൾക്കും ഇതെല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും. ഒന്നാമത്, പറ്റുമെങ്കിൽ ഒരു റീഡിംഗ് ടേബിൾ സെറ്റപ്പ് ചെയ്യുക. പുറകിൽ കാണുന്ന ഈ ടേബിൾ ഞാൻ റീഡിംഗ് ടേബിൾ ആയിട്ട് എനിക്ക് വേണ്ടി തന്നെ സെറ്റ് ചെയ്തതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ വായിക്കുന്നത് എത്രത്തോളം കുറച്ചാണെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. ഒരു പേജ് ആണെങ്കിൽ പോലും അത് വായിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് എന്ന് തിരിച്ചറിയുക. ഒരുപാട് ബുക്ക് വായിച്ചു കൂട്ടി എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. നമ്മൾ വായിച്ചത് ഒരു പേജ് ആണെങ്കിലും വായിച്ചു കഴിഞ്ഞ് അതിനെപ്പറ്റി സ്വയം ഒന്ന് കോൺടെംപ്ലേറ്റ് ചെയ്യുന്ന സിസ്റ്റം ബിൽഡ് ചെയ്യുന്നവർക്ക് ഒരുപാട് ബുക്ക് വായിച്ച് തീർക്കാൻ സാധിച്ചു എന്ന് വരില്ല. വർഷങ്ങളായിട്ട് ബുക്ക് വായിക്കുന്നവർക്ക് ആ സ്കിൽ ഉണ്ടായേക്കാം. ബട്ട് തുടങ്ങുമ്പോൾ കുറേ വായിച്ചു തീർക്കണം എന്നൊന്നുമില്ല. ഫോക്കസ് ഓൺ ക്വാളിറ്റി റാദർ ദാൻ ക്വാണ്ടിറ്റി. ഇനി മൂന്നാമത്, പോസിബിൾ ആണെങ്കിൽ റീഡിംഗ് ടൈം പ്ലാൻ ചെയ്യുക. എനിക്ക് എപ്പോഴും അത് പോസിബിൾ ആവാറില്ല, ബട്ട് വളരെ ഹെൽപ്ഫുൾ ആയ ഒരു ടെക്നിക്കാണ് എന്ന് പല സ്ഥലത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ എന്റെ കമ്പനിയിൽ ജപ്പാനിൽ നിന്ന് വന്ന ടെക്നീഷ്യൻസ് ഒരിക്കൽ എനിക്ക് ഗിഫ്റ്റ് തന്ന സാധനമാണ് ഈ ഒറിഗാമി പേപ്പേഴ്സ്. ജപ്പാനിലെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള കുട്ടികൾ കളിക്കുന്ന അവരുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഗെയിമാണിത്. എഡ്ജസും സൈഡും ഒക്കെ മാച്ച് ചെയ്ത് വെച്ച് പലതരത്തിലുള്ള ഷേപ്പ് ഉണ്ടാക്കുന്നതാണ് ഈ ഗെയിം. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റി പേഷ്യൻസും ബെറ്റർ ആകും എന്നാണ് കരുതുന്നത്. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ പേപ്പേഴ്സ് വെച്ചിട്ട് ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളിൽ ഇതേപോലത്തെ ബുക്ക് മാർക്സ് ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് ഇവിടെ കാണുന്നത് പോലെ. പിന്നെ ഈ പുസ്തകം ഞാൻ നടക്കുന്ന വഴിയിൽ, മേ ബി ലിവിംഗ് റൂമിലോ ഞാൻ എപ്പോഴും കാണുന്നത് പോലെയോ ഒക്കെ വെക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ഇതെന്നെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേപ്പർ വളരെ ബ്രൈറ്റ് ആയതുകൊണ്ട് തന്നെ ആ പുസ്തകം ഞാൻ എപ്പോഴും നടക്കുന്ന വഴിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ പുസ്തകം ഞാൻ എവിടെ വരെയാണ് വായിച്ചത് എന്നും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം അതാണ് എന്നും ഈ പുസ്തകം ഞാൻ ഇതൊരു വായിച്ച് തീർത്തിട്ടില്ല എന്നും ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇത് ഓർമ്മിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ തിരികെ പോയി ആ പുസ്തകം വായിക്കാൻ എനിക്ക് ഒരു തോന്നലുണ്ടാവാറുമുണ്ട്. ഇത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല.
മേ ബി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയേക്കാം. ഹ്യൂമൻ ഇന്റലിജൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് റീഡിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അറിവുകൾ സ്റ്റോർ ചെയ്യാനും അത് ട്രാൻസ്മിറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഐഡിയാസ് നന്നായിട്ട് റിഫൈൻ ചെയ്യാനും അത് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ റീഡിംഗ് എന്ന് പറയുന്നത്. ലിറ്ററലി ഒരു കോഗ്നിറ്റീവ് സൂപ്പർ പവർ ആണ് ഈ റീഡിംഗ്. നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ നമ്മളെ തന്നെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഒബ്വിയസ്ലി നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള തരത്തിൽ നമ്മൾ മാറും, നമ്മൾ മേ ബി ബെറ്റർ ആയി എന്നും വരാം. അങ്ങനെ ഒരു സൊസൈറ്റി തന്നെ ബെറ്റർ ആവാനും ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്യൂച്ചർ ഉണ്ടാവാനും നമ്മൾ ഓരോ ആളുകളും റീഡ് ചെയ്യുന്നതിന്റെ ഒരു ഔട്ട്കമായിട്ട് ഫ്യൂച്ചറിൽ വന്നേക്കാം. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് പുസ്തകം വായിക്കാൻ പ്രചോദനമായി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുസ്തകം വായിച്ച് തുടങ്ങുക. ഇനി നിങ്ങൾക്ക് പുസ്തകം വാങ്ങാൻ പണമില്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വായിച്ച വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയ ഏതെങ്കിലും ഒരു തോട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. 10 പേർക്കെങ്കിലും ആ തോട്ട് ഇഷ്ടപ്പെട്ടാൽ അത് അവർ ലൈക്ക് ചെയ്താൽ ആ കമന്റ് ചെയ്ത ആളിനെ ഞാൻ കോൺടാക്ട് ചെയ്ത് അവർക്ക് ഞാൻ ഒരു ബുക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഒരാളായാലും 100 പേരായാലും എല്ലാ ആളുകൾക്കും ഞാൻ പുസ്തകം വാങ്ങിച്ചു തരുന്നതായിരിക്കും. അതിനോടൊപ്പം എല്ലാ ആളുകൾക്കും വായിക്കാൻ സാധിക്കുന്ന ഒരുപാട് നല്ല തോട്ടുകൾ നിറഞ്ഞ ഒരു കമന്റ് സെക്ഷനും ആവട്ടെ. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.